ഹായ് എവ്രിവൺ. അടുത്തതായിട്ട് നമുക്ക് ഓട്ടോ ട്രാൻസ്ഫോമറിനെ കുറിച്ചിട്ട് പഠിക്കാം. ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ എന്താണ്, അതിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ് വരുന്നത്, അതിൻ്റെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, ആപ്ലിക്കേഷൻസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്താണ് ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ? നമുക്കറിയാം, ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ ഒറ്റ വൈൻഡിങ്ങേ അതിനുണ്ടാവുള്ളൂ. ഒരു വൈൻഡിങ് മാത്രമുള്ള ഒരു ട്രാൻസ്ഫോമറിനെയാണ്, സാധാ ഒരു ട്രാൻസ്ഫോമറിന് ഒരു വൈൻഡിങ് മാത്രമുള്ളൂ എന്നിട്ടെങ്കിലും അതിനെയാണ് നമ്മൾ ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. അതിൻ്റെ പ്രൈമറിയും സെക്കൻഡറിയും എല്ലാം ഒരേ വൈൻഡിങ് തന്നെയാണ്. ട്രാൻസ്ഫോമർ ഹാവിങ് സിംഗിൾ വൈൻഡിങ് വിച്ച് ആക്ട് ആസ് എ പ്രൈമറി ആസ് വെൽ ആസ് ദ സെക്കൻഡറി. ഒരൊറ്റ വൈൻഡിങ്ങേ ഉള്ളൂ, പ്രൈമറിയും ആ വൈൻഡിങ് തന്നെയാണ്, സെക്കൻഡറിയും ആ വൈൻഡിങ് തന്നെയാണ്. ഇറ്റ്സ് വർക്ക് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് ദ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിൽ സെൽഫ് ഇൻഡക്റ്റൻസ് പ്രിൻസിപ്പിളിലാണ് ഓട്ടോ ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യണം. സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറയുമ്പം ഒരു കോയിലുമായിട്ട് വേരിയിങ് ഫ്ലക്സ് ലിങ്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ആ കോയിലിൽ തന്നെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നതിനെയാണ് സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF. അതിനാണ് നമ്മൾ സെൽഫ് ഇൻഡക്റ്റൻസ് പ്രോപ്പർട്ടി അവിടെയാണ് യൂസ് ചെയ്യുന്നത്. No difference in the operation whether the secondary induced voltage is obtained from a separate winding linked with the core or from a portion of the primary turns. നമ്മൾ ഒരു കോയിലിൻ്റെ പ്രൈമറി ടേൺസിൻ്റെ ഒരു പോർഷനായിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ സെക്കൻഡറി ടേൺസിനെ എടുക്കുന്നത്. സെക്കൻഡറി ടേൺസ് എന്ന് പറയുന്നത് പ്രൈമറി ടേൺസിൽ നിന്നും ഒരു ചെറിയ പോർഷൻ നമ്മൾ സെക്കൻഡറി ആയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ സാധാ ട്രാൻസ്ഫോമറിലെ പോലെ രണ്ട് ലിമ്പിലായിട്ട് രണ്ട് സെപ്പറേറ്റ്, പ്രൈമറി വേറെ സെക്കൻഡറി വേറെ, അങ്ങനെ രണ്ട് സെപ്പറേറ്റ് കോയിലായിട്ട് കൊടുക്കുമ്പം സെക്കൻഡറിയിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജും ഇതുപോലെ ഒരേ വൈൻഡിങ്ങിനെ തന്നെ പ്രൈമറി ആയിട്ടും സെക്കൻഡറി ആയിട്ടും ഷെയർ ചെയ്യുന്ന സമയത്തേക്ക് സെക്കൻഡറിയിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജും ഇത് രണ്ടിലും ഒരു ഡിഫറൻസും ഇല്ല. രണ്ടായാലും ഒരേ വാല്യൂ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. സെയിം വോൾട്ടേജ് റേഷ്യോ റിസൾട്ട്സ് ഇൻ ബോത്ത് ദ സിറ്റുവേഷൻ. രണ്ട് കേസിലായാലും വോൾട്ടേജ് റേഷ്യോ, വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ദെൻ കൺസ്ട്രക്ഷൻ പറയുകയാണെങ്കിൽ ഫിഗറിൽ കണ്ടാൽ ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റെപ്പ് ഡൗൺ രീതിയിൽ യൂസ് ചെയ്യുന്ന ഒരു ഓട്ടോ ട്രാൻസ്ഫോമറാണ്. അപ്പോൾ പ്രൈമറിയിൽ AC എന്ന് പറയുന്ന ഒരു കോയിലാണ്, പ്രൈമറിക്ക് മൊത്തമായിട്ട് V1 എന്ന് പറയുന്ന വോൾട്ടേജിന് AC എന്ന് പറയുന്ന കോയിലിന് അക്രോസ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അവിടെ പ്രൈമറി കോയിൽ എന്ന് പറയുന്നത് A മുതൽ C വരെയുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പോർഷൻ B മുതൽ C വരെയുള്ള ഒരു പോർഷനാണ് സെക്കൻഡറി ആക്കി ടാപ്പ് ചെയ്ത് എടുത്തിട്ടുള്ളത്. എന്നാൽ ഓർഡിനറി two winding transformer may be used as an auto transformer by connecting the two windings in series and applying the voltage across the two or merely to one of the windings. നമുക്ക് ഈ ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നതിന് ഒരു സാധാരണ ടു വൈൻഡിങ് ട്രാൻസ്ഫോമറിനെ തന്നെ നമുക്ക് ഓട്ടോ ട്രാൻസ്ഫോമർ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അതെങ്ങനെയാണ്? ടു വൈൻഡിങ് ട്രാൻസ്ഫോമറിൻ്റെ രണ്ട് വൈൻഡിങ്ങിനെ നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് അതിൽ രണ്ട് വൈൻഡിങ്ങിനും അക്രോസ് ദ ടു, ടോട്ടൽ രണ്ടിൻ്റെയും കൂടെ സീരീസ് കണക്ഷൻ്റെ മൊത്തം സീരീസ് കണക്ഷന് അക്രോസ് ആയിട്ട് നമുക്ക് വോൾട്ടേജ് അപ്ലൈ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു വൈൻഡിങ്ങിന് മാത്രമായിട്ടും നമുക്ക് വോൾട്ടേജ് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആ രീതിയിൽ നമുക്ക് ടു വൈൻഡിങ് ട്രാൻസ്ഫോമറിൽ നിന്നും ഓട്ടോ ട്രാൻസ്ഫോമറിനെ ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇൻപുട്ട് വോൾട്ടേജ് V1 is connected to the winding AC. ഇപ്പോൾ ഈ കേസ് നമ്മൾ ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റെപ്പ് ഡൗൺ കണക്ഷനാണ് റൈറ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ പറയുകയാണെങ്കിൽ V1 എന്ന് പറയുന്ന വോൾട്ടേജ് നമ്മൾ എങ്ങോട്ട് കണക്ട് ചെയ്തിട്ടുള്ള AC എന്ന് പറയുന്ന വൈൻഡിങ്ങിന് അക്രോസ് ആയിട്ടാണ് V1 കണക്ട് ചെയ്തിട്ടുള്ളത്. ലോഡ് RL, അതായത് സെക്കൻഡറി പോർഷൻ നമ്മൾ BCക്ക് അക്രോസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ V1 ഇതിന് ACക്ക് അക്രോസ് ആയിട്ടാണ് V1 വോൾട്ടേജ് വരുന്നത്. ദെൻ BCക്ക് അക്രോസ് ആയിട്ടാണ് V2 വോൾട്ടേജ് വരുന്നത്. The voltage V2 is related to V1. വോൾട്ടേജ് V2 ആയിട്ട് എങ്ങനെയാണ് റിലേറ്റ് ചെയ്യുന്നത്? നമ്മൾ സാധാരണ ടു വൈൻഡിങ് ട്രാൻസ്ഫോമറിലൊക്കെ ചെയ്യണം അതേപോലെ തന്നെ V2 = V1 × NBC/NAC. അതായത് ടേൺസ് റേഷ്യോ വരുന്നത്, വോൾട്ടേജ് പെർ ടേൺ എന്ന് പറയുന്നത് രണ്ട് കേസിലും ഈക്വൽ ആണ് എന്നെടുക്കുക. ഇവിടെ ആണെങ്കിൽ നമുക്ക് V1 ഡിവൈഡഡ് ബൈ AC NAC = V2 ഡിവൈഡഡ് ബൈ NBC. അതിൽ നിന്നുമാണ് നമുക്ക് V2 = V1 × NBC/NAC എന്ന് എഴുതാനായിട്ട് സാധിക്കുന്നത്. The ratio of the voltage transformation in an auto transformer is same as that of an ordinary transformer. സാധാ ട്രാൻസ്ഫോമർ പോലെ തന്നെയാണ് ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെയും വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ വരുന്നത്. അതായത് നമുക്കിവിടെ N1 N2 എന്ന് എടുക്കുന്നതിന് പകരം പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസ് NAC ആണെന്നും സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ് NBC ആണെന്നും എടുത്താലായിട്ട് മതിയാവും. So A = NBC/AC, അതല്ലെങ്കിൽ V2/V1, that is equal to I1/I2.
സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൻ്റെ കേസിലാണ് ഇത് പറയുന്നത്. സ്റ്റെപ്പ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ എയുടെ വാല്യൂ എന്തായിരിക്കും? ലെസ് ദാൻ 1 ആയിരിക്കും. കാരണം NBC എന്ന് പറയുന്നത് NACനേക്കാളും കുറവാണ്. സോ NBC/NAC എന്ന് പറയുമ്പോൾ അത് ലെസ് ദാൻ 1 ആയിരിക്കും. ഇനി റൈറ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ള ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ ഫിഗറാണ്. സ്റ്റെപ്പ് അപ്പ് ആണെങ്കിൽ കണ്ടോ, AC എന്ന് പറയുന്ന വൈൻഡിങ്ങിൻ്റെ BC എന്ന് പറയുന്ന ചെറിയ പോർഷനിലേക്ക് നമ്മൾ പ്രൈമറി കോയിൽ അതിൽ പ്രൈമറി നമ്മൾ ഇൻപുട്ട് കണക്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഔട്ട്പുട്ട് എടുക്കുന്നത് ACക്ക് എക്രോസ് ആയിട്ടാണ്. അതായത് അപ്പോൾ ഇവിടെ കൂടുതൽ നമ്പർ ഓഫ് ടേൺസ് ചെയ്തിലാണ് വരുന്നത്, സെക്കൻഡറിയിലാണ്. ഈ കേസിൽ വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എങ്ങനെയായിരിക്കും വരിക? A എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. കാരണം സെക്കൻഡറിയിലാണ് കൂടുതൽ നമ്പർ ഓഫ് ടേൺസ് ഇവിടെ വരുന്നത്. നമ്മൾ അസ്യൂം ചെയ്യുക ലോഡ് ഇവിടെ റെസിസ്റ്റീവ് ആണ്. ലോഡ് റെസിസ്റ്റീവ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെക്കൻഡറി കറണ്ട് എങ്ങനെയായിരിക്കും? I2 = V2/RL. റെസിസ്റ്റൻസ് മാത്രമേ അവിടെ വരുന്നുള്ളൂ, വേറെ ഇൻഡക്റ്റൻസോ കപ്പാസിറ്റൻസോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് I2 = V2/RL എന്ന് പറയാം. 100% എഫിഷ്യൻ്റ് ആണ്. പവർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കിട്ടും? PL = V2 × I2. സെക്കൻഡറി പോർഷനിലെ പവർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അവിടുത്തെ വോൾട്ടേജ് ഇൻറ്റു കറണ്ടാണ്. I1 ഫ്ലോസ് ഇൻ ദ പോർഷൻ ഓഫ് ദ വൈൻഡിങ് AB. വൈൻഡിങ് AB-യിലാണ് I1 ഫ്ലോ ചെയ്യണത്. ഫിഗറിൽ നമുക്ക് കാണാം I1 AB എന്ന് പറയുന്ന വൈൻഡിങ്ങിൻ്റെ പോർഷനിൽ I1 കറണ്ട് ഫ്ലോ ചെയ്യുന്നു. BC എന്ന് പറയുന്ന കറണ്ട് ലൈനിൽ എപ്പോഴും എങ്ങനെയായിരിക്കും, വൈൻഡിങ്ങിൽ എപ്പോഴും എങ്ങനെയായിരിക്കും? I2ൻ്റെയും I1ൻ്റെയും ഡിഫറൻസ് ആവും വരിക. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത കറണ്ടാണ് ദെൻ നെക്സ്റ്റ് ഔട്ട്പുട്ടിലേക്ക് വരുന്നത്. നമുക്കറിയാം I2നെയും I2 + I1 + I2 - I1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? I2 എന്ന് കിട്ടും. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ കേസിലും അങ്ങനെ തന്നെയാണ്. ഫസ്റ്റിൽ I1 ആണ് ഇൻപുട്ടിലേക്ക് വരുന്നത്. AB എന്ന് പറയുന്നതിൽ I1 ആണ് ട്രാവൽ ചെയ്യണത്. BC എന്ന് പറയുന്നതിൽ I2 - I1 ആണ് ട്രാവൽ ചെയ്യണത്. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ നമുക്ക് ഔട്ട്പുട്ടിലേക്ക് എത്ര കിട്ടും? I2 എന്ന് കിട്ടും. റിസൾട്ടൻറ്റ് കറണ്ട് ഫ്ലോയിങ് ഇൻ ദ വൈൻഡിങ് BC ഈസ് ഓൾവേസ് ദ അരിത്തമെറ്റിക് ഡിഫറൻസ് ബിറ്റ്വീൻ ദ I1 ആൻഡ് I2. നമ്മൾ പറഞ്ഞു BCയിൽ എപ്പോഴും I1ൻ്റെയും I2ൻ്റെയും അരിത്തമെറ്റിക് ഡിഫറൻസ് ആണ് ഫ്ലോ ചെയ്യണത്, അതായത് I2 - I1. ദേ ആർ ഓൾവേസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അത് രണ്ടുപേരും എപ്പോഴും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. I1ഉം I2ഉം എപ്പോഴും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരിക. അതുകൊണ്ടാണ് അതിനെ നമ്മൾ അതിൻ്റെ അരിത്തമെറ്റിക് ഡിഫറൻസ് ആയിട്ട് എടുക്കുന്നത്. ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് ഇൻ ദ പ്രൈമറി ഓപ്പോസിസ് ദ പ്രൈമറി അപ്ലൈഡ് വോൾട്ടേജ്. ഇനി ലെൻസസ് ലോ പ്രകാരം ഇവിടെ ഒരു പ്രൈമറിയിൽ നമ്മൾ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് എന്ത് കാരണമാണ്? പ്രൈമറിയിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്ത വോൾട്ടേജ് കാരണമാണ് പ്രൈമറിയിൽ ഒരു വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് എന്ത് ചെയ്യും? അതിന് ഇൻഡ്യൂസ് ചെയ്യിക്കാൻ കാരണമായിട്ടുള്ള പ്രൈമറി അപ്ലൈഡ് വോൾട്ടേജിനെ ഒപ്പോസ് ചെയ്യിക്കാനായിട്ട് ശ്രമിക്കും. സോ ഇത് കറണ്ട് കോസ്ഡ് ബൈ ദ ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് ഫ്ലോസ് ഓപ്പോസിറ്റ് ടു ദ ഇൻപുട്ട് കറണ്ട്. അപ്പോൾ ഇൻപുട്ട് കറണ്ടിന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് കാരണം ഉണ്ടാകുന്ന കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അതാണ് രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരുന്നത് എന്ന് പറഞ്ഞത്. സെക്കൻഡറി കറണ്ട് ഈസ് ദസ് ഇൻഡ്യൂസ്ഡ്, ദാറ്റ് ഈസ് സെക്കൻഡറി കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? I1 + I2 - I1 എന്ന് പറയുന്നത് I2 എന്നായിട്ടും. ഇനി ആംബിയർ ടേൺസ് ഓഫ് BC എന്ന് പറയുന്നത് ഇവിടെ ചെറിയ പോർഷനാണ് BCൻ്റെ ആംബിയർ ടേൺസ് എന്ന് പറയുന്നത് രണ്ട് പ്രൈമറിയിലും സെക്കൻഡറിയിലും ആംബിയർ ടേൺസിൻ്റെ വാല്യൂ നമുക്ക് ഈക്വൽ ആയിട്ട് കിട്ടണം. അതായത് BCൻ്റെ ആംബിയർ ടേൺസ് സെക്കൻഡറിയിൽ നമ്മൾ എടുത്തിട്ടുള്ള ABൻ്റെ ആംബിയർ ടേൺസിന് ഈക്വൽ ആയിട്ട് കിട്ടണം. അപ്പോൾ BCൻ്റെ ആംബിയർ ടേൺസ് എന്ന് പറയുമ്പം എങ്ങനെയാണ്? BCയിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് I × N നമ്പർ ഓഫ് ടേൺസ് ആണ് ആംബിയർ ടേൺസ്. I2 - I1 × NBC ആണ് BCയിലൂടെയുള്ള ആംബിയർ ടേൺസ് എന്ന് പറയുന്നത്. I2 - I1 × NBC. അതിൽ നമുക്ക് I1ൻ്റെ ടേംസിലേക്ക് ആക്കി മാറ്റുകയാണെങ്കിൽ I2നെ നമുക്ക് എങ്ങനെ എഴുതാം? I1/A എന്ന് എഴുതാം. I2 = I1/A എന്ന് എഴുതാം, മൈനസ് I1 × NBC. നമുക്കതിനെ ബ്രാക്കറ്റ് മാറ്റി എഴുതി കഴിയുമ്പോൾ I1 × NBC/A മൈനസ് I1 × NBC എന്ന് കിട്ടും. ഇനി NBC/A എന്ന് പറയുന്നത് എന്താണ്? NAC ആണ്. നമുക്ക് I1 × NAC മൈനസ് I1 × NBC I1 × NB എന്ന് കിട്ടും. അതായത് ആംബിയർ ടേൺസ് ഡ്യൂ ടു AB എന്ന് പറയുന്നത് ആംബിയർ ടേൺസ് ഡ്യൂ ടു BC ആണ് എന്ന് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ thus the ampere turns due to BC = ampere turns due to AB. അപ്പോൾ അത് രണ്ടും എന്ത് ചെയ്യും? ബാലൻസ് ടു ഈച്ച് അതർ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓൾ ട്രാൻസ്ഫോമർ, ഇത് എല്ലാ ട്രാൻസ്ഫോമറിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അത് ഇൻപുട്ടിലെയും ഔട്ട്പുട്ടിലെയും ആംബിയർ ടേൺസ് ഈക്വൽ ആവുക എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ABയുടെയും BCയുടെയും ആംബിയർ ടേൺസ് ഈക്വൽ ആണ് എന്ന് കിട്ടി.
ഇനി പവർ ഡെലിവർ ചെയ്യുന്നതിൻ്റെ ഇക്വേഷൻ പി ഈക്വൽ ടു വി ഇൻറ്റു V2 ഇൻറ്റു I2 ആണ് നമ്മുടെ പവർ ഡെലിവർ ചെയ്യുന്ന ഇക്വേഷൻ. അപ്പോൾ പി എൽ ലോഡ് പവർ ഡെലിവേർഡ് ഈക്വൽ ടു V2 ഇൻറ്റു I2 നമുക്ക് എഴുതാം I1 പ്ലസ് I2 മൈനസ് I1 എന്ന് എഴുതാം. അപ്പോൾ V2 ഇൻറ്റു I1 പ്ലസ് V2 ഇൻറ്റു I2 മൈനസ് I1. അതായത് നമുക്ക് ലോഡ് പവറിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് V2 ഇൻറ്റു I1 മറ്റേത് V2 ഇൻറ്റു I2 മൈനസ് I1. അതായത് ലോഡ് പവറിൽ രണ്ട് പാർട്ടാണുള്ളത്. ഫസ്റ്റ് വണ്ണ് പി സി ഈക്വൽ ടു V2 ഇൻറ്റു I1, അതായത് ത്രൂ എ ബി എന്ന് പറയുന്ന വൈൻഡിങ്ങിൻ്റെ AB എന്ന് പറയുന്ന പോർഷനിലൂടെ കണ്ടക്ട് ചെയ്ത പവറിനെയാണ് നമ്മൾ V2 ഇൻറ്റു I1 കണ്ടക്റ്റഡ് പവർ എന്ന് വിളിക്കുന്നത്. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ട്രാൻസ്ഫോം ചെയ്ത പവറാണ്. മറ്റേത് ജസ്റ്റ് കണ്ടക്ട് ചെയ്ത പവറായിരുന്നു. ഇവിടെ AB എന്ന് പറയുന്ന നമ്പർ ഓഫ് ടേൺസിലൂടെ കണ്ടക്ട് ചെയ്ത പവറാണ് വരുന്നത്. ഇവിടെയാണെങ്കിലോ BC എന്ന് പറയുന്നതിൽ ട്രാൻസ്ഫോം ചെയ്ത പവർ, ട്രാൻസ്ഫോമർ ആക്ഷൻ പ്രകാരം ട്രാൻസ്ഫോം ചെയ്ത പവർ BC എന്ന് പറയുന്ന കോയിലൂടെയാണ്. അതെന്ന് പറയുന്നത് PTRA, P ട്രാൻസ്ഫോംഡ് പവർ ഈക്വൽ ടു V2 ഇൻറ്റു I2 മൈനസ് I1. അപ്പോൾ V2 ഇൻറ്റു I2 മൈനസ് I1 ആണ് BCക്ക് അക്രോസ് ആയിട്ട് വരുന്നതാണ് ട്രാൻസ്ഫോം ചെയ്ത പവർ. AB എന്ന് പറയുന്ന വൈൻഡിങ്ങിലൂടെ കണ്ടക്ട് ചെയ്ത പവറാണ് V2 ഇൻറ്റു I1. ഇനി ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ്? ലെസ് കോസ്റ്റ് ആണ്, കമ്പാരിറ്റീവ്ലി കോസ്റ്റ് കുറവാണ്. വൈൻഡിങ്സ് കുറവായിരിക്കും, നോർമലി ഇതിന് കോസ്റ്റ് കുറവാകും, ഇൻസുലേഷൻ എല്ലാം കുറവായിരിക്കും. ബെറ്റർ വോൾട്ടേജ് റെഗുലേഷനാണ്, സ്മോളർ ഇൻ സൈസ്, വൈൻഡിങ്സ് കുറവായതുകൊണ്ട് തന്നെ അതിൻ്റെ സൈസും സ്മോളർ ആയിരിക്കും. ലൈറ്റർ ഇൻ വെയിറ്റ് കുറവായിരിക്കും. മോർ എഫിഷ്യൻറ്റ് വെൻ കമ്പയർഡ് വിത്ത് ടു വൈൻഡിങ് ട്രാൻസ്ഫോമർ ഓഫ് ദ സെയിം കപ്പാസിറ്റി. അതേ കപ്പാസിറ്റി വരുന്ന ടു വൈൻഡിങ് ട്രാൻസ്ഫോമറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സിംഗിൾ വൈൻഡിങ് ആയിട്ടുള്ള ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ എഫിഷ്യൻസി കൂടുതലായിരിക്കും. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോഴോ, ഓട്ടോ ട്രാൻസ്ഫോമർ ഡസ് നോട്ട് ഐസൊലേറ്റ് ദ സെക്കൻഡറി ഫ്രം ദ പ്രൈമറി സർക്യൂട്ട്. ഓട്ടോ ട്രാൻസ്ഫോമറിന് സെക്കൻഡറി സർക്യൂട്ടിന് പ്രൈമറി സർക്യൂട്ടിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യിക്കാനായിട്ട് സാധിക്കില്ല. നമ്മൾ ടു വൈൻഡിങ് ട്രാൻസ്ഫോമർ പറയുകയാണെങ്കിൽ രണ്ട് വൈൻഡിങ് തമ്മിൽ ഇലക്ട്രിക്കലി ഐസൊലേറ്റഡ് ആയിരുന്നു. പക്ഷേ ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ അങ്ങനെയല്ല, രണ്ട് വൈൻഡിങ് തമ്മിൽ കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഒരിക്കലും സെക്കൻഡറിനെയും പ്രൈമറിനെയും തമ്മിൽ ഐസൊലേറ്റ് ചെയ്യിക്കാനായിട്ട് ഓട്ടോ ട്രാൻസ്ഫോമർ ഉപയോഗിക്കുമ്പോൾ സാധിക്കില്ല. ഇഫ് ദ കോമൺ വൈൻഡിങ് BC ബിക്കംസ് ഓപ്പൺ സർക്യൂട്ട്, ആ കോമൺ വൈൻഡിങ് രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന BC എന്ന് പറയുന്ന പോർഷൻ, നമ്മുടെ I2 മൈനസ് I1 കറണ്ട് ഫ്ലോ ചെയ്യുന്ന BC എന്ന് പറയുന്ന പോർഷൻ ഓപ്പൺ സർക്യൂട്ടഡ് ആയി കഴിഞ്ഞാൽ പ്രൈമറി വോൾട്ടേജ് സ്റ്റിൽ എന്ത് ചെയ്യും? ലോഡിനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കും. അത് ഓപ്പൺ സർക്യൂട്ട് ആയാലും പ്രൈമറി വോൾട്ടേജ് ഉപയോഗിച്ചിട്ട് ലോഡിനെ ഫീഡ് ചെയ്തുകൊണ്ടേയിരിക്കും. വിത്ത് എ സ്റ്റെപ്പ് ഡൗൺ ഓട്ടോ ട്രാൻസ്ഫോമർ, അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ഓട്ടോ ട്രാൻസ്ഫോമറാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെക്കൻഡറി ലോഡിനകത്ത് ബേൺ ഔട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് സീരിയസ് ഷോക്ക് ഹസാർഡ്സ്, പെർട്ടിക്കുലർലി ഇഫ് ദ സ്റ്റെപ്പ് ഡൗൺ റേഷ്യോ ഈസ് ഹൈ. സ്റ്റെപ്പ് ഡൗൺ റേഷ്യോ ഭയങ്കര കൂടുതലാണ് എന്നുണ്ടെങ്കിൽ സെക്കൻഡറിയിൽ ഹൈ കറണ്ട് ഫ്ലോ ചെയ്യുകയും അങ്ങനെ നമ്മൾ വോൾട്ടേജ് ഉപയോഗിച്ചുകൊണ്ട് പ്രൈമറി വോൾട്ടേജ് ഉപയോഗിച്ച് സെക്കൻഡറി ലോഡിനെ അത് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓപ്പൺ സർക്യൂട്ട് വന്നാൽ പോലും അതിൻ്റെയും സെക്കൻഡറിയിലുള്ള ലോഡിനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഹൈ സ്റ്റെപ്പ് ഡൗൺ റേഷ്യോ ഹൈ ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോമർ ആണെങ്കിൽ ഹൈ കറണ്ട് സെക്കൻഡറിയിൽ ഫ്ലോ ചെയ്യുകയും അവിടെ സീരിയസ് ആയിട്ടുള്ള ഷോക്ക് ഹസാർഡ് വരാനായിട്ടുള്ള ചാൻസും അതുപോലെ സെക്കൻഡറി ലോഡ് ബേൺ ഔട്ട് ആയി പോകാനുള്ള ചാൻസും കൂടുതലാണ്. ഇനി ആപ്ലിക്കേഷൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വോൾട്ടേജ് സപ്ലൈ ലെസ് ദാൻ ദ റേറ്റഡ് വോൾട്ടേജിനേക്കാളും ഒരുപാട് കുറഞ്ഞ വോൾട്ടേജ് സപ്ലൈ യൂസ് ചെയ്യുന്ന കേസിൽ ഫ്ലൂറസെൻ്റ് ലാമ്പുകളിൽ യൂസ് ചെയ്യാറുണ്ട്. റെഡ്യൂസ്ഡ് വോൾട്ടേജ് മോട്ടോർ സ്റ്റാർട്ടർ, റെഡ്യൂസ്ഡ് വോൾട്ടേജ് മോട്ടറിൻ്റെ സ്റ്റാർട്ടിംഗ് പർപ്പസിനായിട്ട് റെഡ്യൂസ്ഡ് വോൾട്ടേജ് ആപ്ലിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നിടത്തും അത് ഉപയോഗിക്കാറുണ്ട്. ദെൻ സീരീസ് ലൈൻ ബൂസ്റ്റേഴ്സ് ഫോർ ഫിക്സഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ദ ലൈൻ വോൾട്ടേജിൻ്റെ ഫിക്സഡ് അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് സീരീസ് ലൈൻ ബൂസ്റ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. സർവീസ് ലൈൻ വോൾട്ടേജ് കറക്റ്റേഴ്സ്, സെർവോ ലൈൻ വോൾട്ടേജ് കറക്റ്റേഴ്സ്, സെർവോ ലൈനിലെ വോൾട്ടേജ് കറക്ഷന് വേണ്ടിയിട്ടും ഓട്ടോ ട്രാൻസ്ഫോമറിനെ യൂസ് ചെയ്യാറുണ്ട്.